All right, guys. So today I'm going to be doing something a little bit different. I'm going to be reacting to a behind the scenes look at the movie Kurup. I think last week or the week before we reviewed the movie Kurup, and myself and Sunny really enjoyed that movie. I mean, we enjoyed it for a lot of reasons. It was a great thriller. Had some great performances from Dulquer and Shan Chako and Tavino in for a bit and Indrajit. But one thing that we really spent some time talking about was actually the production value of the movie. The movie looked really nice. From the set location to the costumes to the cinematography. It just looked like a really, really nice movie. So I thought I'd take some time and do something a bit different. I'm going to react to a video basically that I found online. Now, again, I've not seen the video. I'm giving you a raw reaction here. So let's see how we go. But I'm hoping that they talk about sort of behind the scenes, what it took to make this movie. I think there's going to be the director. I think Dulquer is in it for a little bit. But yeah, it might have some people from different sides of the crew, as well as the cast. So yeah, let me get straight into it, and hope you guys enjoy this. കത്തിയമർന്ന കാർ കണ്ടെത്തിയ ശേഷമുള്ള 3 ദിനങ്ങൾ പോലീസ് പാഴാക്കിയെന്നാണ് കേസിൽ തിരിച്ചടിയാവാൻ കാരണം. കേരള പോലീസിന്റെ ചരിത്രത്തിൽ പോലീസിന് ഏറ്റവും കൂടുതൽ പേരുദോഷം കിട്ടിയ ഒരു കേസാണ്. ഇരയായ മനുഷ്യനേക്കാൾ പ്രതിയായ മനുഷ്യൻ പതിറ്റാണ്ടുകളായി ചർച്ചയാകുന്നു. പിടിക്കാൻ വേണ്ടി നടന്ന ശ്രമങ്ങൾ ഇപ്പോൾ 32 വർഷങ്ങൾ പൂർത്തിയായി. മുംബൈയിലെ തെരുവുകളിലും ഹരിദ്വാറിലെ സന്യാസിമാർക്കിടയിലും ആശുപത്രിയിൽ രോഗബാധിതനായി എത്തുന്ന അനാഥർക്കിടയിലും കുറുപ്പിനെ മലയാളി ഇന്ന് സുകുമാരക്കുറുപ്പ് ജീവനോടെ ഉണ്ടെങ്കിൽ 77 വയസ്സായി. ചിലപ്പോൾ മരിച്ചിരിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ എന്റെ നിഗമനം. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ എൻ്റെ ഉള്ളിൽ 35 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു മിസ്റ്ററിയാണ്. എസ്പെഷ്യലി ഒരു മലയാളി എന്ന് പറയുന്ന ഒരാളുടെ ഉള്ളിലുള്ള ഒരു മിസ്റ്ററി എലമെൻ്റാണ് കുറുപ്പ് എന്ന് പറയുന്ന കഥ. അപ്പം മിസ്റ്ററി ജോണറിലൊരു സിനിമ ചെയ്യണം എന്നുള്ളത് എൻ്റെ എപ്പോഴും ഒരു ആഗ്രഹമായിരുന്നു. അപ്പം വാട്ട് ബെറ്റർ സബ്ജക്റ്റ് ദാൻ കുറുപ്പ്. ഈ പറഞ്ഞ 35 ഇയേഴ്സ് ബാക്ക് എൻ്റെ അമ്മ എന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അതേ ഹോസ്പിറ്റൽ ബെഡിൻ്റെ 2 ബെഡ് അകലത്തിലാണ് ചാക്കോയുടെ വൈഫ് ശാന്തമ്മ എന്ന് പറയുന്ന ആൾ പ്രഗ്നൻ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ആ സമയം തൊട്ടിട്ട് ഞാൻ വളർന്നു വരുന്ന പല സാഹചര്യങ്ങളിലും എൻ്റെ വീട്ടിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ചർച്ചകൾ വരികയും ഇവരുടെ ഫാമിലി എന്ന് പറയുന്ന ആൾക്കാർ അനുഭവിക്കുന്ന ട്രോമയും പെയിനും എങ്ങനെയൊക്കെയോ എന്നിലേക്ക് അത് റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ വളർന്നു വരുന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എപ്പോഴും ഒരു പോയിന്റിൽ ഞാൻ ഫിലിം മേക്കർ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ സബ്ജക്റ്റ് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ അതിനെക്കുറിച്ചിട്ട് റിസർച്ച് ചെയ്ത് തുടങ്ങുന്നതും അപ്പോഴാണ് കുറുപ്പ് എന്ന് പറയുന്ന ഒരു ക്രിമിനലിനെ കുറിച്ചിട്ട് പഠിക്കുന്നത്. ഇയാളെക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ചാക്കോ എന്ന് പറയുന്നത് അയാളുടെ ലൈഫിലത്തെ ഒരു എപ്പിസോഡ് മാത്രമാണ്. അതിലും ബിഗറായിട്ടുള്ള പല ആക്ടിവിറ്റീസും സാധനങ്ങളും അയാളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നുള്ള സാധനം നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. Then I decided if the film has to be made, it has to be about Kurup. ഞാനും ഡാനിയലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റിസർച്ച് നടത്തേണ്ടി വന്നു. So just wanted to quickly mention, it sounds like this was a long time coming. It's always cool to hear the insights, the inspiration behind the movie. And looks like there was something really personal about this movie that the director made. Like, he knew he wanted to be a director early on. This was a story that followed him, a little bit throughout his life, it seems like. And I think this tale of Kurup is like folklore at this point, especially reading some of the comments from you guys on the previous review that we did. Like, it sounds like it was pretty... it was something that everyone sort of knew about, and they all were, intrigued about the mystery behind this sort of this fugitive / criminal. At the start, they gave us little snapshots of clips of people talking about him. Sounds like some people think he's no more. Some people think he's still there. Yeah, it's so interesting. So it's a wise choice and a good decision, and obviously it paid off for the director here that to do a mystery movie and base it on real life. But of course, the challenges behind that, as he sort of uncovered there, like the Chaco story was just one chapter of sort of his life, and there was much more that was there. So yeah, it looks like this is the writer. He's going to talk about some of the research. So it's such an interesting
job to be a writer in this kind of project, on this kind of film, because, you know, you're basing it off, it's not like you're basing it off source material, like a book or a comic or something like that. You're basing it off someone's life. But again, that person you're basing it off, not everything is known about them. So how do you go about writing a project like this? I think it's fascinating. What a challenge this would have been. ഈ പറയുന്ന ഇൻസിഡൻസിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് വരുന്ന വ്യക്തികളെയോ അറിയാവുന്ന ആൾക്കാരടുത്ത് നമുക്ക് എത്തേണ്ടി വന്നിട്ടുണ്ട്. അപ്പം ആരടുത്ത് എവിടെയൊക്കെ പോയി എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റില്ല. റിസർച്ച് ഒരു എഴുത്തിൻ്റെ പാരലായിട്ട് തന്നെ വർഷങ്ങളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആ റിസർച്ച് പൂർണ്ണമായി കഴിയുമ്പോഴാണ് സ്ക്രീൻ പ്ലേ എന്താവുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത്. ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അതിൻ്റെ റൈറ്റർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട് റാൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റാൻറ്റിലെ ഒരു നറേറ്റീവാണ് എൻ്റെ മനസ്സിലേക്ക് വന്നിരുന്നത്. അപ്പം ആ ഒരു നറേറ്റീവ് സ്റ്റൈലിനെ ഞാൻ കൺസീവ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ജോണേഴ്സാണ് ഈ സിനിമ പല മേഖലകളിലേക്കും പല ജോഗ്രഫിക്കൽ ലൊക്കേഷൻസിലേക്കും പോകുന്നതിനോട് കൂടെ തന്നെ ജോണർ ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കണം എന്നുള്ളതാണ് ഈ സിനിമയുടെ ഫോർമാറ്റ്. അപ്പം ജോണർ ഷിഫ്റ്റ് സിനിമ എന്ന് പറയുന്നത് ഈസ് ആൻ എക്സ്പെരിമെൻറ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു ഡ്രാമ ആയിട്ടാണ് നമ്മുടെ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പീറ്റർ എന്ന് പറയുന്ന പോർഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് ഫണ്ണും യൂത്തും സ്ലാപ്സ്റ്റിക്ക് വരെ പോകുന്ന ജോണറിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്ത് ശാരദാമ്മ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് റൊമാൻറ്റിക് ആയിട്ടുള്ള വളരെ ഫീലുള്ള രീതിയിലത്തെ ജോണർ ഷിഫ്റ്റിലേക്കാണ് ആ സിനിമ പോകുന്നത്. ബാസിപ്പിള്ള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ചാപ്റ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് ഡാർക്ക് ജോണറിലേക്കാണ് അതിനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇതൊരു 3 ആക്ട് സ്ട്രക്ചർ സിനിമയല്ല, ഇല്ലെങ്കിൽ ഒരു 5 ആക്ട് സ്ട്രക്ചർ സിനിമയല്ല. ഇത് ഈ സ്ട്രക്ചറിനെയൊക്കെ പഠിച്ചുകൊണ്ട് ആ ഗ്രാമറിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫോർമാറ്റാണ് ഈ സിനിമയിൽ ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ വി വർ റെഡി വിത്ത് ദ സ്ക്രിപ്റ്റ് ആൻഡ് വി ഹാഡ് ടു കൺവേർട്ട് ദ സ്ക്രിപ്റ്റ് ഇൻ ടു സിനിമ. That was when we thought about whom to cast in this movie. And look-wise, Dulquer and Kurup looked similar as well. So that's how we went to Dulquer for, casting. The screenplay പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അതിൻ്റെ ഒരു narrative. Before listening to Dulquer, man, that is crazy. I mean, the creativity in this industry, man, that's where there's always something new. Whenever I watch these kind of interviews or movies, there's always something that comes about. You know, last time Doug and I were reacting to an interview from Fahad talking about Fahad and Delish and Sham about Joji, and we learnt about how the writer would only start writing after the new location. And that kind of blew our mind. In this case, what I'm hearing right now, the way that they sort of approached this movie and they made it so it's different genres for different locations and different scenes. That's what makes this I guess that's what made this such a commercial success, because it's a movie that it has a little bit for everyone, you know. While at the core of the movie is a mystery element, I think that's a genre that surpasses everything. But within that mystery genre, you have all these little subgenres also playing part, right? You have almost a comedy at the start. The movie starts off with a pretty funny scene. You have romance in between. It obviously turns dark later. But then at the end, we also get a bit of, like towards the end, I think it gets a little fun again when we see his sort of petty crimes and things like that. So yeah, that's why I think this is such a huge commercial success, because it's got a little bit of everything in it. So fascinating to hear that. But yeah, let's hear from what Dulquer has to say about this role. Yeah, Dulquer, I didn't know he looked like him to begin with, but I guess that's a good starting point. You know, it embeds that realism into the movie, because without that, it'll be difficult, I think. Narrative style വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. അത് എന്തായാലും ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയായിരിക്കും. ഈ ഓരോ പെർസ്പെക്റ്റീവ്സ് എന്ന് പറയുന്നതും, ഒരു കൂട്ടുകാരൻ്റെ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ലവർ ഭാര്യയുടെ പെർസ്പെക്റ്റീവ്, അങ്ങനെ ഓരോ ആംഗിളിൽ നമ്മളിങ്ങനെ ഒരു ക്യാരക്ടറിനെ കാണുമ്പോഴത്തേക്കും എത്രമാത്രം മുഖങ്ങളിൽ ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അതെനിക്ക് ഫ്രഷായിട്ട് തോന്നി. പിന്നെ ഓഫ് കോഴ്സ് ഇങ്ങനത്തെ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ക്രിമിനൽ മൈൻഡുള്ളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ളൊരു ആസ് എൻ ആക്ടർ എനിക്കൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യണമെന്ന്. അത് ഏതൊരു ആക്ടറിനോട് ചോദിച്ചാലും വി വാണ്ട് ടു എപ്പോഴും പുതിയ റോൾസ് ട്രൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ തന്നെ കംഫർട്ട് സോണിൻ്റെ പുറത്തോട്ട് പോയി ചെയ്യുമ്പോഴാണ് ഐ തിങ്ക് നമ്മളിൽ തന്നെ ഒരു റേഞ്ചോ അല്ലെങ്കിൽ വാട്ട് ഓൾ വി ക്യാൻ അക്കംപ്ലിഷ് ഒരു ആക്ടർ നിലയ്ക്ക്.
അപ്പം അതിനെല്ലാം കൊണ്ടും ഐ തോട്ട് ഇതൊരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റാണ്. ഒരു സിനിമയിലെ ഒരു ക്യാരക്ടറിനെ തന്നെ പല രീതിയിലാണ് നമ്മൾ കാണിക്കുന്നത്. വിച്ച് മീൻസ് ദുൽഖർ ഹാസ് ടു ഡു ഓൾ ദീസ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് സെയിം ക്യാരക്ടർ. പക്ഷേ ഇതൊക്കെ ഒരാളാണ് എന്ന് പറയുന്ന സംഗതിയാണ് ഏറ്റവും ഇതിലത്തെ രസകരമായിട്ടുള്ളൊരു പോയിന്റ്. എപ്പോഴും കുറുപ്പ് അലേർട്ടാണ് എന്നുള്ള പല പോയിന്റ്സും ദുൽഖർ ഓൾറെഡി ഉൾക്കൊണ്ടിട്ടാണ് ഞങ്ങൾ സെറ്റിലേക്ക് എപ്പോഴും വരാറുള്ളത്. സോ ഇറ്റ് വാസ് വെരി ഈസി ഡിറക്ടിങ് ദുൽഖർ ബിക്കോസ് ഹീ ന്യൂ വാട്ട് ഹീ വാണ്ടഡ് ടു ഡെലിവർ. Fascinating. കുറുപ്പിൻ്റെ കഥ പറയുന്ന സമയത്ത് അതിലത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ എന്ന് പറയുന്നത് ആ കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറാണ്. Yeah, so as you could tap to stop. Yeah, I think it's really interesting for Dulquer as well, because he gets to basically show his versatility in this movie. He does a little bit of everything, and this is the first time I've seen him. I've not seen much Dulquer movies, to be completely honest, but I mean, this performance is my favorite of his, and I think it might go down as one of my favorite because of how much he has to do. The versatilities, the different hats he has to put on, the different costumes he has to put on. Yeah, there's times when it's really fun, there's times when it's really dark. So yeah, I think it's great as an actor to sort of be in that position, as you said, to sort of challenge yourself. That's when we sort of appreciate actors more, I think, when they push themselves outside of their comfort zone and do something we just wouldn't expect them to have done before. So yeah, but I'm looking forward to seeing what they have to say about Indrajit, because I thought he was honestly really good in this. ഇതിന് മുൻപ് ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ പോലെയല്ല, ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻറ്റിൽ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഓഫീസർ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അങ്ങനൊരു ഓഫീസറെ ബേസ് ചെയ്ത് റിയൽ ലൈഫിൽ ഈ ഒരു കേസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം ഒരു മൈൽ സ്റ്റോൺ ആണ്, കേരള ക്രൈം ഹിസ്റ്ററിയിൽ ഒരു മൈൽ സ്റ്റോൺ ആണ്. കാരണം സുകുമാരക്കുറുപ്പിൻ്റെ കഥ അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പിന് എന്താണ് സംഭവിച്ചത്, ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ, ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്രൈമിനെ ബേസ് ചെയ്തൊരു സിനിമ എടുക്കുക, അതിലൊരു റിയൽ ലൈഫ് ക്യാരക്ടർ ആ കേസ് അന്വേഷണ ഓഫീസറായിട്ട് അഭിനയിക്കാനൊരു അവസരം കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. അതുതന്നെയാണ് എനിക്ക് മറ്റുള്ള പോലീസ് കഥാപാത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത്. റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്ന് പറയുമ്പോൾ റിയൽ ലൊക്കേഷൻസും റിയൽ ക്യാരക്ടേഴ്സും അങ്ങനെ എല്ലാം കൂടി ചേർന്ന ഒരു സ്വഭാവത്തിലാണ് കുറുപ്പിൻ്റെ ഒരു കാസ്റ്റിംഗ് പ്രക്രിയ നടക്കുന്നത്. ഞങ്ങളുടെ അടുത്ത് ഈ ശരിക്കുമുള്ള ആൾക്കാരുടെ യങ്ങർ ഏജിലുള്ള ഫോട്ടോഗ്രാഫ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഉള്ള ആൾക്കാരെയാണ് ഞങ്ങൾ സിനിമയിലും കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. Oh my goodness. So we needed to keep a balance between reality and cinema. അപ്പം റിയൽ ബേസ്ഡ് ലൊക്കേഷൻസിൽ വേണം ഇത് ഷൂട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്കത് അത്രയും റിയലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടായിരുന്നു. സെറ്റുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഫിലിമിൽ നിന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു തീരുമാനം ഡയറക്ടറും അതുപോലെ സപ്പോർട്ട് ചെയ്തു, പ്രൊഡ്യൂസറാണെങ്കിൽ ദുൽഖറും അതിനെ വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്തു. സെറ്റുകൾ അവോയ്ഡ് ചെയ്തതിൻ്റെ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സെറ്റ് എപ്പോഴും ആൾക്കാർ എന്താ പറയുക കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത്തരം ഒരു ടൈം പീരിയഡ് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാമോജി പോലുള്ള ഫിലിം സിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഫിലിം സിറ്റിയിൽ പോയിട്ട് ഒരു സെറ്റ് റീക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഷൂട്ട് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് ആ ഷൂട്ട് നമുക്ക് തീർക്കാനും പറ്റും. അത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സിനിമയുടെ ഒരു നാച്ചുറാലിറ്റിനെ മാക്സിമം ഇല്ലാതാക്കും എന്നുള്ളൊരു തീരുമാനം നമുക്ക് തോന്നിയതുകൊണ്ട് നമ്മളത് മാക്സിമം അതങ്ങോട്ട് അവോയ്ഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും പോയിട്ട് പ്രീറേക്ക് ചെയ്തിട്ട് നമുക്ക് പറ്റിയ ലൊക്കേഷൻസും കാര്യങ്ങളും എവിടെ കിട്ടും എന്നുള്ളൊരു സാധനം തിരഞ്ഞെടുത്തു. ഞാനോ അതോ ഇതിന്റെ ഡയറക്ടറോ ഈ കാലഘട്ടം നേരിട്ട് കണ്ടിട്ടില്ല. അപ്പം ഇതെങ്ങനെ ഇതിനെ എത്ര റിയലിസ്റ്റിക് ആയിട്ട് So I'm just going to say, this is awesome video. I really recommend anyone who's enjoying this, please watch this, because it's got all, as I was hoping for, different sort of members of the team who don't get that much spotlight. Like, we should acknowledge these people. They did a freaking awesome job. We hear from writers and directors and actors all the time, but production designers, people involved behind the scenes, it's awesome. Like, I love that point. Like, this movie is so authentic, which makes it even better to me. Like, they stuck to authenticity in all these little small details, whether it's a house, the characters' looks. So it's for somebody, for me, it doesn't make that much of a difference, but for somebody who would have followed this case, I can imagine that, watching this and seeing characters that look like the characters, and that's not done, it's not forced.
They didn't take someone who doesn't look like the character at all and then put a lot of makeup and make them look like that. They really, Dulquer looked like Kurup. Like Shan Chako looked like Basi, essentially. And, even like Tarina Thomas was playing Chako, which was wild to us. But yeah, looking at the photos, he looks like a little bit like the actual person that died. So yeah, man, the authenticity is so great, and to just hear about that, and also just to hear about sort of how they didn't make any set pieces for this. It's ambitious to do something like this because you have to, when you have set pieces, everything is controlled in terms of, people walking in and out, obviously, the light, the sound, you can construct things. But yeah, I'm happy that they just went all around India to make this movie, what it was. It felt like a world tour, to be honest, while watching this movie. റീക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. വാട്ട് വി ഡിഡ് വാസ് ഈ പറയുന്ന ആ സമയത്ത് ആ കാലഘട്ടത്തിൽ ഫിലിമിൽ വന്നെടുത്ത കുറേ അധികം സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫുകൾ നമ്മൾ അതിൻ്റെ റെഫറൻസ് ആയി. ഇപ്പോൾ കേരളത്തിലായാലും മുംബൈയിലായാലും എല്ലാം ഞങ്ങൾ ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫ് ഇത് എടുത്തു വെച്ചിട്ട് ഞങ്ങൾ ആ അപ്പുറത്തും ഇപ്പുറത്ത് നോക്കിയപ്പോൾ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതിനൊരു ഭയങ്കരമായ സിമിലാരിറ്റി തോന്നി. ഇതായിരുന്നു ആക്ച്വലി ഈ ഓവറോൾ ഫിലിമിൻ്റെ ലുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള ബേസ്. ചെറിയ വില്ലേജിൽ നിന്ന് ഈ സാധനം നേരെ ചെന്നൈയിലേക്ക് എത്തുമ്പോൾ, ചെന്നൈയിൽ നിന്ന് നേരെ ഇത് മുംബൈയിലേക്ക് എത്തുമ്പോൾ, മുംബൈയിൽ നിന്ന് പേർഷ്യയിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്ന ഇതിൻ്റെ ഒരു സ്കെയിലിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും, ഇത് പല ടെറൈനിലൂടെ ട്രാവൽ ചെയ്യുമ്പം കിട്ടുന്ന ഇതിൻ്റെ ഒരു കളേഴ്സിൻ്റെ ചേഞ്ചും, ഇതൊക്കെയാണ് നമുക്കിതിൽ ഫിലിമിനകത്ത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. നമുക്ക് കാണുമ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സിനിമയ്ക്ക് ഓവറോൾ ഒരു ലുക്ക് പിടിക്കാതെ ഇതിൻ്റെ എവിടെയാണ് ഈ സിനിമയുടെ കഥ നടക്കുന്നത്, അതിൻ്റെ ജോഗ്രഫി എവിടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ജോഗ്രഫിക്ക് അനുസരിച്ചുള്ള പാലറ്റാണ് ഉണ്ടാക്കി. അപ്പം നമ്മളിപ്പോൾ ചെന്നൈ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ചെന്നൈയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള കളറുകളും ചെന്നൈയിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ടോണുകളുമാണ് അവിടെ ക്രിയേറ്റ്. അതേപോലെ ദുബായ് ആണെങ്കിൽ ദുബായിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള അങ്ങനെ ഒരു ജോഗ്രഫിക്കലായിട്ടാണ് ഇതിന്റെ പാലറ്റ് ഡിസൈഡ് ചെയ്യാൻ ഒരു ഓവറോൾ നമ്മൾ തീരുമാനിച്ചത്. കുറുപ്പ് എന്ന സിനിമ ഐ തിങ്ക് ഫ്രം സ്ക്രിപ്റ്റ് ലെവൽ, ഒരു ഫ്രം പേപ്പർ ടു നമ്മൾ വാട്ട് വി സോ ഓൺ സ്ക്രീൻ, അതിൻ്റെ ഒരു വിഷ്വൽ ലെവലിലേക്ക് എത്താൻ അത് നമ്മളൊരു കഥ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ പറഞ്ഞു തന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ആർക്കും അത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ മെയിൻ കോൺട്രിബ്യൂട്ടേഴ്സ് നമ്മുടെ DOP, the production design, അല്ലെങ്കിൽ ആർട്ട് ഡയറക്ടർ ആൻഡ് ദ കോസ്റ്റ്യൂം ഡിസൈനർ, ഇവരെല്ലാവരെയും കോൺട്രിബ്യൂഷൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ആസ് എ ഡയറക്ടർ ശ്രീനാഥിന് കിട്ടുന്നത് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്. സോ ഐ തിങ്ക് നിമീഷ് ആ സമയത്ത് വൺ ഫിൽം ഓൾഡ്, പക്ഷേ ഹിസ് ഐഡിയാസ് ഓഫ് ഓൾ ദ പടത്തിലെ ഓരോ ടോണും ഓരോ പാലറ്റ്സും വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അന്നേ ഐ തിങ്ക് ഡിസ്കഷൻ അപ്പോൾ ഓരോ എപ്പിസോഡും ഓരോ ടോണായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഫ്രെയിംസിൻ്റെ ഒരു കൊളാജ് എടുത്താൽ തന്നെ യു മൈറ്റ് ബി ഏബിൾ ടു ഗെസ് ഏത് എപ്പിസോഡാണ്, കാരണം ഇറ്റ്സ് ക്വൈറ്റ് യുണീക്ക് ടു ഈച്ച് എപ്പിസോഡ്. പിന്നെ ബംഗ്ലാൻസ് വർക്ക് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. എനിക്ക് തോന്നുന്നു ഇതിനൊരു നമുക്കൊരു ഇമേജ് വന്നു തുടങ്ങി, അല്ലെങ്കിൽ ഒരു വിഷ്വൽ സ്ട്രക്ചർ വന്നു തുടങ്ങിയത് ആഫ്റ്റർ ബംഗ്ലാൻ ഗേവ് അസ് സെറ്റ് വർക്ക്. പ്രവീൺ വർമ്മയായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോഴും വി ഓൾവേസ് ന്യൂ കുറുപ്പ് കുറച്ച് ഹാസ് ടു സ്റ്റാൻഡ് ഔട്ട്. ഈ ബാക്കി ഒരു നോർമൽ ഒരു നമ്മൾ നാട്ടുമ്പുറത്ത് സെറ്റിംഗ് ആണെങ്കിലും കുറുപ്പ് അവിടുത്തെ കാരനായിട്ട് തോന്നരുത്. കുറുപ്പ് ഒരു ഒന്ന് മാറി നിൽക്കണം. ബാക്കിയുള്ള എല്ലാവരും ആ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ബ്ലെൻഡ് ആയാലും ഇറ്റ് ഹാസ് ടു ബി സ്റ്റൈൽ ലൈക്ക് ദാറ്റ്. കുറുപ്പ് എന്ന് പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ ഒരു സർട്ടൻ സോർട്ട് ഓഫ് ഗ്രേ ഏരിയ ഉണ്ട് ഈ കഥാപാത്രത്തിന്. നമ്മളറിയാത്തൊരു ഇമോഷണൽ ജേർണി ഉണ്ടാവാം അയാൾക്ക് ഡെഫിനറ്റ്ലി. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് അയാളുടെ ഗ്രീഡ് ഉണ്ടാവാം, അയാളുടെ ക്രൂവൽറ്റി ഉണ്ടാവാം, അയാളുടെ സട്ടിലർ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവാം. അതിനെ ത്രൂ കളേഴ്സ് ആൻഡ് ത്രൂ ദ എലമെൻറ്റ്സ് വിച്ച് ഐ കമ്മ്യൂണിക്കേറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഗറോസിറ്റി ആവശ്യമുള്ള സീനുകളിൽ യു ക്യാൻ സീ സച്ച് സോർട്ട് ഓഫ് കളേഴ്സ്. ചിലപ്പോൾ നായികയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൻ്റെ സീനുകളിൽ നമുക്ക് സട്ടിലർ ആയിട്ടുള്ള കളേഴ്സ് ആൻഡ് എലമെൻറ്റ്സ് കാണാം. പല ലെയേഴ്സ് ഓഫ് ഇമേജറീസ് വെച്ചിട്ടാണ് ഈ കോസ്റ്റ്യൂമിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സോ ഇതിൻ്റെ ഡയറക്ടർ ആക്ച്വലി ആദ്യം ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ ഞങ്ങൾക്ക് ആദ്യം പുള്ളിക്ക് ഭയങ്കര പേഴ്സിസ്റ്റൻ്റ് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് നിന്ന് ഈ സിനിമ പറയണം. അപ്പം ഒരു തേർഡ് പേഴ്സൺ ഇതിൻ്റെ ഓരോ ക്യാരക്ടറുകളെ കാണുന്നതും വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പം ഹി വാണ്ടഡ് ഈ ഭയങ്കര സട്ടിലായിട്ടാണെങ്കിലും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ഹൗ ദ ക്യാമറ മൂവ്ഡ് അറ്റ് ദാറ്റ് ഈച്ച് പോയിന്റ്. ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന ആൾ വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അപ്പം ബിക്കോസ് അതുകൊണ്ട് ഞങ്ങൾ ഒരുപാട് ഷോട്ടുകൾ ഇന്ദ്രജിത്തിൻ്റെ സ്റ്റഡി ക്യാമുകളിൽ ഓപ്പറേറ്റ് ചെയ്യും. ശോഭിത വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, വളരെ ബ്രീസി ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വി ഡിസൈഡ് ഓൺ യൂസിങ് ട്രാക്സ് ആൻഡ് ട്രോളീസ് ആൻഡ് ഓൾ ദോസ് തിങ്സ് ഫോർ ദാറ്റ് പോയിന്റ് ഇൻ ടൈം.
I mean, the level of detail that they're talking about here is just on another level. Like how much thought and how much effort goes into making a movie like this. When you have the costume designer talking about how each color is sort of representing something differently, the look and feel of each of the scenes is different from the way the camera moves, following the characters' journeys. Fascinating to hear that, man. This is pretty impressive to just listen to these guys talk about, again, how much detail there is in this. It's really impressive. I'm just sort of blown away by the amount of effort that these people put into this movie. So yeah, it's commendable. There's a reason why this industry is so technically good in what they do. I've said that from the start of watching all my other movies. Technically, they're just so supreme. From the cinematography, the way they use cameras, the set location, the design, it's all just wow. You know, I'm really impressed by how they sort of go about doing their research to planning. So much stuff happens before they even start to shoot one scene. So yeah, just blown away, to be honest. Blown away. Air Force ബാസിപ്പിള്ള എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിലേക്ക് സിനിമ എത്തുമ്പോഴാണ് സിനിമയുടെ ആക്ച്വൽ ജോണറിലേക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കഥയിലേക്ക് നമ്മുടെ സിനിമ എത്തുന്നത്. കൽപ്പകവാടി എന്ന് പറയുന്ന ബാറിൽ നടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. വി കൺസീവ്ഡ് ഇറ്റ് ആസ് എ 2.5 minutes ലെങ്തി ഷോട്ട് ആൻഡ് ഐ വാണ്ടഡ് to take it as a single shot because അയാൾ അവിടെ വന്ന് ആ 2.5 minutes ഓഫ് പെർഫോമൻസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഓഡിയൻസിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ ഷോട്ടായിട്ട് കൺസീവ് ചെയ്യണം. ആ 2.5 minutes അയാൾ ജീവിക്കണം. ആ സീനിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഞാൻ എങ്ങനെയാണ് ആ സീൻ ഷൈനിന് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുത്തത്. ഒരു ഹോട്ടലിലെ വെയിറ്റർ ഇവിടേക്ക് വരും, അയാൾ അവിടുന്ന് കഴിഞ്ഞ കള്ളിൻ്റെ കുപ്പികളെല്ലാം കളക്ട് ചെയ്യും, അല്ലെങ്കിൽ എവിടെ നിന്ന് നോട്ട് ചെയ്യും. ലുക്സും സാധനങ്ങളും സിമിലർ ആണെന്നുള്ളത് പുള്ളി നോട്ട് ചെയ്യുന്നു. നോട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് പുള്ളി ഒരു പ്ലാൻ പുള്ളി തന്നെ ഇടുന്നു. അതിൽ നിന്ന് പുള്ളി എക്സിക്യൂഷനാണ് ബാക്കി കാണാൻ പോകുന്ന സാധനം. ഇത്രയേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ ഷൈനിന്. ഇത് പറഞ്ഞു കഴിയുന്ന സമയത്ത് ഷൈൻ ടോം ചാക്കോ പെർഫോം ചെയ്യുന്ന രീതി എന്ന് പറയുന്നതാണ് ബ്യൂട്ടിഫുള്ളി ഡൺ. പുള്ളിയാണ് പ്ലാൻ ചെയ്യുന്നത്. കുറുപ്പ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറുപ്പിൻ്റെ കയ്യിൽ നിന്നൊരു സിഗരറ്റ് മേടിക്കുന്നു. ആ സിഗരറ്റ് എടുത്തിട്ടാണ് അതിനെ റണ്ണറാക്കിക്കൊണ്ടാണ് പുള്ളി ആ ഷോട്ടിനെ കൺസീവ് ചെയ്യുന്നത്. പുള്ളി ആ സിഗരറ്റുമായിട്ട് എടുത്തു കൊണ്ടുപോയി ഈ ബെയറിൻ്റെ അടുത്തേക്ക് പോകുന്നു. ബെയറിനെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു. വളരെ സിമ്പിളായിട്ടാണ് പുള്ളി പറയുന്നത്. ഡാൻസ് ചെയ്തിട്ട് സെർവ് ചെയ്തൂടെ 2 run അടിച്ചാലെന്ന് പറയുന്ന സാധനമൊക്കെ വളരെ നാച്ചുറലായിട്ട്, അത് എക്സാജറേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഷോട്ടേ പോയി. ആ ഇൻസിഡൻറ്റ് ഞാൻ ചെറുപ്പത്തിലും കേട്ടിട്ടുണ്ട്. ഇവർ തലേദിവസം ബാറിൽ പോയിട്ട് പ്രശ്നം ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെ ഏത് രീതിയിലായിരിക്കും ആ പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒന്ന് ഇമാജിൻ ചെയ്യാൻ ഉള്ള സ്പേസ് അവിടെ ശ്രീനാഥ് തന്നിരുന്നത്. എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? അപ്പോൾ നമ്മൾ പത്രത്തിൽ കാണുന്ന പോലെ ആയിരിക്കില്ലല്ലോ ശരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അതിനൊരു റിയൽ സ്വഭാവം ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു സ്പേസ് നമുക്ക് ഡയറക്ടർ തരുമ്പോഴാണ് അങ്ങനത്തെ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ പെർഫോമൻസുകളൊക്കെ ഉണ്ടാകുന്നത്. ബാസിപ്പിള്ളയുടെ ക്യാരക്ടർ ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോഴത്തേനും സ്ക്രീൻ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് വി ഡിസൈഡഡ് ദാറ്റ് വി ഷുഡ് ഗോ വിത്ത് എ ലോട്ട് ഓഫ് ക്ലോസപ്സ്. പക്ഷേ ഷൈൻ ആദ്യം വന്ന് അഭിനയിച്ച് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഞങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആയില്ല. ബിക്കോസ് ഹീ ഈസ് എ പേഴ്സൺ ഹൂ മൂവ്സ് അറൌണ്ട് ലൈക്ക് എനിത്തിങ് വെൻ ഹി പെർഫോംസ്. സോ ഞങ്ങൾ പുള്ളിയെ അങ്ങനെ ലിമിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വാട്ട് വി ഡിഡ് വാസ് ആദ്യത്തെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ വി ഡിസൈഡഡ് ഓക്കെ ഇത് ക്ലോസപ്സിൽ വർക്കൗട്ട് ആയില്ല, ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. ഞാൻ സ്ക്രീൻ ഡിസൈഡ് ചെയ്തു, ഞങ്ങൾക്ക് ഒരു 35mm ലെൻസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് വൈഡ് ആക്കുക. സോ വേറെ ഹി വാണ്ടഡ് ടു മൂവ് ഹി കുഡ് മൂവ് എന്നുള്ള ഒരു ഇതിലോട്ട് ഞങ്ങൾ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെയാണ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു 1.5 minutes ടേക്ക് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി അങ്ങനെയാണ്. Man, I mean, like, Dulquer was the star of the movie, but Shine Chako, my goodness, his performance in that movie, he was something else. I mean, that shot that they're talking about, the one continuous shot in the bar, I mean, that's probably the most memorable scene for me, I think, in that movie, because of how unhinged he was in that performance. And yeah, glad to hear him talk about it as well. He sort of had some creative freedom. It looks like with an actor like him, who's just so
like feels like so spontaneous in what he can do and so full of energy. It's good to just let him sort of have his own sort of creative will. It feels like, because I think someone in my comments mentioned that he was an assistant director before or something like that. So he obviously has an idea about how to shoot films himself. Really interesting to know about sort of how they sort of the first thing was to sort of think about shooting him close-ups, because he does have a crazy look to him as well. So it would have made sense to have a lot of close-ups to have that really intimidating kind of feel. But it's interesting how you have to adapt when you get sort of a character like Shan Chako, who's sort of moving around a lot, as I mentioned. So yeah, his is a performance I'm not going to forget. Climax portion സിനിമയെ ബേസ് ചെയ്തിരിക്കുന്ന who's acting in this film as well ആണ് ഒരു സിനിമയുടെ പില്ലർ. സിനിമയുടെ എല്ലാ എലമെൻസും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലൈറ്റ് ബോയ് വരെ സിനിമയിലെ സംബന്ധിച്ചിടത്തോളം വെരി ഇമ്പോർട്ടൻറ്റ്. ബട്ട് പ്രൊഡ്യൂസേഴ്സ് റോൾ ഇൻ സിനിമ മീൻസ് ഇറ്റ്സ് എ വെരി ഹെർക്യൂലിയൻ ടാസ്ക്. ആൻഡ് നമ്മുടെ സിനിമയിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ദുൽഖർ. ആൻഡ് ദുൽഖർ ഇസ് ആൻ ആക്ടർ ഓൾസോ ഹൂസ് ആക്ടിങ് ഇൻ ദിസ് ഫിലിം ആസ് വെൽ. അപ്പോൾ 2 ജോബാണ് ദുൽഖറിന് ഒരുമിച്ച് ചെയ്യേണ്ടത്. പക്ഷേ ദുൽഖർ അതിനെ എക്സിക്യൂട്ട് ചെയ്ത രീതി എന്ന് പറയുന്നത് ഭയങ്കര രസകരമായിട്ടാണ് എക്സിക്യൂട്ട് ചെയ്തത്. ദുൽഖറിൻ്റെ ആ പാർട്ട് എന്ന് പറയുന്നത് ദുൽഖറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവരെയാണ് ഈ പാർട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദുൽഖർ ഏൽപ്പിക്കുന്നത്. സോ ദാറ്റ് പുള്ളി സെറ്റിലേക്ക് വരുന്ന സമയത്ത് പുള്ളിക്ക് പ്രൊഡ്യൂസറായിട്ടല്ല നിൽക്കേണ്ടി വരിക. പുള്ളി ആക്ടറായിട്ട് പുള്ളിക്ക് നിൽക്കാനുള്ള സ്പേസ് പുള്ളി ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങളുടെ സപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു മനുഷ്യൻ ദുൽഖറിലുണ്ട്. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റിയിലും സാധനങ്ങളിലും ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഐ തിങ്ക് ആദ്യം മുതൽ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു കുറുപ്പ് വിൽ ബി എ ബിഗ് ഫിലിം. നമ്മളെല്ലാവരും നമ്മുടെ തന്നെ ബൗണ്ടറീസും നമ്മുടെ തന്നെ ഒരു ഇതുവരെ മലയാള സിനിമ കാണുന്ന വിഷ്വൽസിനെല്ലാം പുഷ് ചെയ്തുകൊണ്ടിട്ട് ഒരു മാക്സിമം ഒരു സ്പെക്ടക്കിൾ ഉണ്ടാക്കുന്ന രീതിയിൽ, അതും ഈ ഒരു പീരീഡ്, ഇങ്ങനത്തെ ഒരു 70s, 60s, 70s, 80s ഇത്രയും ഈ ഒരു സ്കെയിലിൽ ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം നമുക്കെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, അതിനോടൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒബ്വിയസ്ലി എം സ്റ്റാറിൻ്റെയും അനീഷിൻ്റെയും സപ്പോർട്ടിൽ നമുക്കതിൻ്റെ ഒരു എപ്പോൾ ആവശ്യം വരുമ്പോഴുള്ള ഫൈനാൻഷ്യൽ ബാക്കിങ് അല്ലെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഫണ്ട്സ് ആവശ്യമുണ്ട്. അതിൻ്റെ ലോജിസ്റ്റിക്സ്, ട്രാൻസ്ഫറിങ് ഓഫ് ഫണ്ട്സ്, അതെല്ലാം ദ ഫൈനാൻസ് സൈഡ് വാസ് എൻറ്റയർലി ബൈ എം സ്റ്റാർ. വേഫെയറിൻ്റെ ടീമിലുള്ള ബിബിൻ ആൻഡ് ടീം വർ ഇൻ ചാർജ് ഓഫ് എല്ലാ ലോജിസ്റ്റിക്സും. ഈ പറയുന്ന എവറി പെർമിഷൻ, ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എല്ലാ ആവശ്യങ്ങളും, സെറ്റ് വർക്കിനുള്ള എല്ലായിടത്തും നമ്മൾ ലോക്കൽ ആർട്ടിസൻസ്, ലോക്കൽ കാർപ്പൻറ്റേഴ്സ് ഇവരൊക്കെ വിളിക്കുകയും ഇതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത ഡേറ്റ്സിന് തന്നെ എല്ലാം റെഡി ആവുകയും, ഇതുപോലെ ഈ ലോജിസ്റ്റിക്കലി മൂവിങ് ഓൾ ഓഫ് ദീസ് പീരിയഡ് കാർസ്, ടാക്സീസ്, എന്താ പറയുക, വെഹിക്കിൾസ്, ഈവൻ എയർഫോഴ്സിലെ വെഹിക്കിൾസൊക്കെ വരെ പീരിയഡ്, ഇതെല്ലാം വേറെ സംസ്ഥാനങ്ങളിലൊന്ന് ഒക്കെ വന്ന വണ്ടികളാണ്. ഇതിനൊക്കെ പെർമിഷൻ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുപാട് ഐ തിങ്ക് 350-400 കിലോമീറ്റേഴ്സ് നടത്തുന്നൊക്കെ എക്സ്ട്രാസും ഈ പാരഫിനയിലെ മൊത്തം ലൊക്കേഷനോട്ട് എത്തിയാലും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് വാസ് ഒരു വലിയൊരു ടാസ്ക്കാണ്, ഇറ്റ്സ് എ ബിഗ് എഫേർട്ട്. എല്ലാവരുടെയും മനസ്സിൽ പലവിധ സംശയങ്ങളുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു കഥാപാത്രത്തിനെ ഗ്ലോറിഫൈ ചെയ്യണോ, പലവരുടെയും സെൻറ്റിമെൻറ്റ്സിൽ അത് ബാധിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വളരെ കൺസർവേറ്റീവ്ലിയാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് എല്ലാം കൊണ്ടുവരുന്നതും. പിന്നെ കോൺട്രവേഴ്സീസ് ഒത്തിരി വന്നിരുന്നു. പക്ഷേ അതെല്ലാം ഞങ്ങൾക്ക് ഇൻ എ വേ വി ഹാവ് ബീൻ ഏബിൾ ടു ടാക്കിൾ ത്രൂ ഔട്ട് ദ മൂവി. കുറുപ്പ് എന്ന് പറയുന്ന സിനിമ റിയാലിറ്റി. Yeah, man. Just wanted to say that's pretty, this is like one of the probably biggest budget movies I think I've seen from the Malayalam film industry. And watching this just tells you how committed they were to just, not use CGI, not use set pieces, actually bring in cars from the time period, hire people to, create the look that they want, spend a lot of money on research. That itself was a big deal. So yeah, man, it's big commitment from Dulquer to sort of put his money behind this kind of movie, but obviously it paid off because it was a super massive successful hit. And it definitely doesn't feel like a typical Malayalam movie, to be honest, because we move around to so many different places. Of course, it's a set period. It's like a period drama with kind of, it's set in the 60s and 70s, and yeah, I guess it just all adds to the movie
it's interesting that they put so much effort into this because, it's the story alone is so good. The intrigue is there, so it's definitely going to succeed on that merit. But then to put the extra miles behind it and say, no, we want to make this as authentic as we can to make it look completely different. It's just fantastic, man. It's a really good movie. I really enjoyed it. ബേസ്ഡ് ഒരു സിനിമയാണ്. പക്ഷേ അതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഈസ് എ ഫിലിം മേക്കേഴ്സ് പെർസെപ്ഷൻ. ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെൻ്ററി. എങ്ങനെ എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടിയിരുന്നോ അങ്ങനെയാണ് ഞാൻ ആ ഫിലിം ഡയറക്ടേഴ്സ് കാർഡ് വരെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഐ വാണ്ടഡ് ടു ടെൽ വൺ മോർ തിങ് ടു ദ ഓഡിയൻസ്. ജസ്റ്റിസ് ഹാസ് നോട്ട് ബീൻ സെർവ്ഡ് യെറ്റ് ആൻഡ് ഈവിൾ ഈസ് സ്റ്റിൽ പ്രിവെയിലിംഗ്. Wow, man, that was a really good video. Look, it's going to be cut up into some pieces because there were some parts in between. They were going really specific on each of the locations. I think that's really interesting to watch. So definitely, if you're interested in this, please click on the link in the description. You can watch the full video. It's a fantastic video. Again, I really like the point about how they ended off. It is sort of a interpretation at the end of the day. It's not a documentary, and also about the points they made about marketing. Because even while watching this, there is always that the thought in the back of your mind is basically, is this glorifying, a criminal essentially? And is there something wrong with that? So it was a bit conservative marketing and things like that, which I found really interesting. But it makes sense at the end of the day, because it might actually anger probably a few people, but I think most people would have definitely enjoyed this as an entertainment piece. And I actually appreciate this movie even more now, knowing how much effort they put behind it. That'll do it for me, guys. I hope you enjoyed this reaction to this making of video. Let me know what you thought about this in the comments. And until next time, I'll see you in the next one.